വിദേശത്ത് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായി പരാതി. കോട്ടയം കഞ്ഞിക്കുഴി കേന്ദ്രമായ ഇൻഡോക്കാൻ എന്ന സ്ഥാപനത്തിനെതിരെയാണ് ആന്ധ്ര തെലങ്കാന സ്വദേശികൾ പരാതി നൽകിയത്. കാനഡയിൽ ജോലി വാഗ്ദാനം ചെയ്ത് 3 ലക്ഷത്തിൽ അധികം രൂപ തട്ടിയെന്നാണ് ആരോപണം. തങ്ങൾക്ക് നഷ്ടമായ പണം തിരികെ ലഭിക്കണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ 10 ദിവസമായി കോട്ടയത്ത് തുടരുകയാണ് ഈ 2 യുവതികൾ. കാനഡയിൽ നഴ്സിംഗ് ജോലിക്കായാണ് ഹൈദരാബാദ് സ്വദേശി ചെരീഷ്മയും ആന്ധ്ര ഗുണ്ടൂർ സ്വദേശി പ്രശാന്തിയും തെലങ്കാനയിലെ ഇൻഡോക്കാൻ ഏജൻസിയെ സമീപിച്ചത്. ഇതിനായി കഴിഞ്ഞ വർഷം 3,40,000 രൂപ വീതം ഏജൻസിക്ക് നൽകിയെങ്കിലും 1 വർഷം പിന്നിട്ടിട്ടും ജോലി ലഭിച്ചില്ല. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. തെലങ്കാനയിലെ ഓഫീസ് പ്രവർത്തനം അവസാനിപ്പിച്ചതോടെയാണ് ഇവർ കോട്ടയത്തെ ഓഫീസിലെത്തിയത്. Actually, we are fighting on this since 6 months. We asked for refund. He told that I will pay next week. Since 6 months he is not paying. In month of February ending we came here, we asked. He told that he will pay on March 31st, but he did not paid. So we approached police also. That time he threatened us. If involvement of media or press, he will delay our money or he will not return back. So anyway, again we came here 10 days ago. Since 10 days we are asking for money politely. They are not responding. They are telling that you go to your police station and you go to court, like that. He is sending messages to their staff, not for us. He is not responding to our messages and calls. So we approaching continuously this consultancy only, and now 2 days back we filed FIR. തെലങ്കാനയിൽ ഇവരുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തു. പണം തിരികെ ലഭിക്കാതെ ഇനി മടങ്ങില്ലെന്നും ലഭിക്കുകയാണെങ്കിൽ പരാതി പിൻവലിക്കാനും തയ്യാറാണെന്ന നിലപാടിലാണ് യുവതികൾ. We came here only for the money. If he give money, we will go. Otherwise, we don't want to go back simply. Yeah, we came here. This is the second time, and no one is responding from the police side or from the management side. Yeah, maybe there is 3 members. We came here 2 members only. എന്നാൽ നടപടിക്രമങ്ങൾ മൂലമാണ് പണം നൽകാൻ വൈകുന്നതെന്ന് സ്ഥാപന ഉടമ പ്രതികരിച്ചു. ഞാൻ ജോസിയുടെ മെസ്സേജ് കേട്ടു. നിങ്ങൾ വാർത്ത കൊടുക്കും, നിങ്ങളുടെ ജോലി ഏതാണല്ലോ നിങ്ങൾ കൊടുക്കും. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ഭാഗം, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ FIR പറയുന്നത് ഞാൻ അവരെ ബന്ധപ്പെട്ട് പോലും ഇല്ല, കൊടുക്കാമെന്ന് പറഞ്ഞ് ചീറ്റ് ചെയ്തെന്നുള്ളതാണ്. ഞാൻ പക്ഷേ അഡ്വാൻസ് കൊടുത്ത റെസിപ്റ്റ് വരെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. പിന്നെ ഞാനിപ്പോൾ ഒരു നിയമവശം പറയുകയാണ് നിങ്ങളോട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇതിനൊക്കെ കൂടുതൽ നിങ്ങൾ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരാണ്, പല കാര്യങ്ങളും നിങ്ങളിങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള മീഡിയക്കാരാണ്. ഒരു FIR ഇട്ടൊരു കോടതിയിൽ ഒരു കേസ് വയ്ക്കുന്ന സാഹചര്യത്തിൽ കോടതിക്ക് വെളിയിൽ നമുക്കത് പേഴ്സണലി സെറ്റിൽ ചെയ്യാനായിട്ട് വകുപ്പുണ്ടോ? ഇല്ല, അങ്ങനെ വകുപ്പില്ല. അപ്പോൾ കോടതിയിലേക്ക് FIR പോയ സ്ഥിതിക്ക് ഞാൻ കോടതിയുടെ നോട്ടീസ് വന്നു കഴിയുമ്പോൾ എൻ്റെ വക്കീൽ പോകും, അവിടെ സെറ്റിലാവും. അതിന് മുമ്പ് നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വാർത്ത ഏത് രീതിയിലും കൊടുക്കാതെ നിങ്ങളുടെ ജോലിയാണ്. നിങ്ങളുടെ മാധ്യമധർമ്മത്തിന് അനുയോജിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് വാർത്ത കൊടുക്കാം. അതിനതൊന്നും ഒരു തടസ്സമില്ല. കേസെടുത്ത സാഹചര്യത്തിൽ കോടതി നടപടികൾക്ക് ശേഷമേ പണം നൽകാൻ കഴിയൂവെന്നും ഉടമ ജെയിംസ് പറയുന്നു. ജനം, കോട്ടയം.